ഒരു വിദ്യാലയം വിദ്യാർത്ഥികൾക്ക് ജ്ഞാനത്തിന്റെ വെളിച്ചവും സുരക്ഷിതമായ വളർച്ചയും നൽകേണ്ട അഭയകേന്ദ്രമാണ്. എന്നാൽ ആ അധ്യാപനത്തിന്റെ ക്ഷേത്രത്തിൽ തന്നെ ഒരു ബാലികയ്ക്ക് തലയോട്ടിക്ക് പൊട്ടലേറ്റ സംഭവം സമൂഹത്തിന്റെ മനസാക്ഷിയെ നടുക്കുന്ന തരത്തിൽ രാജ്യത്തുടനീളം ചർച്ചയാവുകയാണ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പൂങ്കന്നൂരിൽ നടന്ന ഈ സംഭവം വെറും ഒരു സ്കൂൾ അപകടമല്ല, മറിച്ച് വിദ്യാഭ്യാസ മേഖലയുടെ ചട്ടക്കൂടുകളെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രതിഭാസമാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഭരണകൂടങ്ങൾ ആവർത്തിച്ച് വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വീണ്ടും ഉത്തരം തേടേണ്ട അവസ്ഥയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ 11-കാരി സ്വാതിക നാഗശ്രീക്കാണ് അധ്യാപികയുടെ അടിയേറ്റ് തലയോട്ടിക്ക് പൊട്ടലേറ്റിരിക്കുന്നത്. ക്ലാസ്സിൽ ചെറിയൊരു വികൃതി കാണിച്ചതിന് ശിക്ഷയായി ഹിന്ദി അധ്യാപികയെ സലീമ ഭാഷ ബാഗ് കൊണ്ട് അടിച്ചതാണെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുകയാണ്. സാധാരണ ബാഗ് കൊണ്ടുള്ള അടിയെന്ന് തോന്നിച്ച സംഭവം പിന്നീട് ഗുരുതരമായി തീർന്നത് ബാഗിനുള്ളിലെ സ്റ്റീൽ ചോറ്റുപാത്രം ഉണ്ടായിരുന്നതിനാലാണ്. ഒരു കുട്ടിയുടെ തലയിൽ ലഭിച്ച ആ അടിയാണ് ആശുപത്രിയുടെ പരിശോധനയിൽ തലയോട്ടിക്ക് പൊട്ടൽ എന്ന ഗുരുതരമായ സംഭവമായി പുറത്തു വന്നിരിക്കുന്നത്. സംഭവ ദിവസം തന്നെ കുട്ടിക്ക് ചെറിയ തലവേദനയും തലകറക്കം ഉണ്ടായിരുന്നുവെങ്കിലും ഗുരുതര പരിക്ക് ഒന്നുമില്ലെന്ന് കരുതി രക്ഷിതാക്കൾ ആദ്യം ആശങ്കപ്പെടാതെ പോവുകയായിരുന്നു. എന്നാൽ വേദനയും അസ്വസ്ഥതയും വർദ്ധിച്ചതോടെ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പൂങ്കന്നൂരിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ CT സ്കാനിലാണ് തലയോട്ടിക്ക് പൊട്ടലേറ്റത് സ്ഥിരീകരിച്ചത്. ഇതോടെ രക്ഷിതാക്കളുടെ ഭയം യാഥാർത്ഥ്യമായി. ഒരേ സ്കൂളിലെ സയൻസ് അധ്യാപികയായ അമ്മയ്ക്ക് തന്നെ സഹപ്രവർത്തകയുടെ കൈവശം സ്വന്തം മകളുടെ ജീവൻ അപകടത്തിലായത് വലിയ മാനസിക ആഘാതമായി മാറുകയായിരുന്നു. സംഭവം പുറത്തു വന്നതോടെ രക്ഷിതാക്കളും നാട്ടുകാരും സ്കൂളിലേക്ക് ഒഴുകിയെത്തി. അധ്യാപകരുടെ കൈവശം കുട്ടികളുടെ ജീവൻ അപകടത്തിലാകുന്നുവെങ്കിൽ സ്കൂൾ സുരക്ഷിതമായ അന്തരീക്ഷം നൽകുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ വിഫലമാണെന്ന് പ്രതിഷേധക്കാർ തുറന്നു പറയുകയാണ്. ശിക്ഷ പഠനത്തിന്റെ ഭാഗമല്ല, പഠനം സുരക്ഷിതമായ അന്തരീക്ഷത്തിലാണ് സാധ്യമാവുക എന്ന മുദ്രാവാക്യമാണ് സ്കൂൾ ഗേറ്റിന് മുന്നിൽ മുഴങ്ങിയിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധികാരത്തെയും അധ്യാപകരുടെ പെരുമാറ്റത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് പ്രതിഷേധം വികസിച്ചത്. ഈ സംഭവത്തിന്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ ഏറെ ഗൗരവമുള്ളതാണ്. പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തെയും നിയന്ത്രിത സംവിധാനത്തെയും കടുത്ത വിമർശനത്തിന് ഇരയാക്കുകയാണ്. അധ്യാപകരുടെ നിയമനം, സ്ഥലം മാറ്റം, ശിക്ഷാ നടപടികൾ എന്നിവയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ശക്തമാണെന്നും അധ്യാപകരെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ പ്രായോഗികമായി പ്രവർത്തിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു. കുട്ടികളുടെ സുരക്ഷയും ഭാവിയും പാർട്ടികളുടെ കൂട്ടുകെട്ടുകൾക്കും സംഘടനകളുടെ സ്വാധീനത്തിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന നിലപാടാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത്. അധ്യാപക സംഘടനകൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം പ്രകടമായി. ചിലർ അധ്യാപികയുടെ പ്രവൃത്തി ജോലി സമ്മർദ്ദത്തിൽ നിന്നുണ്ടായ പിഴവായി കാണിച്ചപ്പോൾ മറ്റു ചിലർ അത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കുറ്റകൃത്യമായി തുറന്നു പറയുകയാണ്. അധ്യാപകർക്കുണ്ടാകുന്ന സമ്മർദ്ദം കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കാൻ കാരണമാകരുതെന്നും വിദ്യാഭ്യാസ രംഗത്തിന്റെ വിശ്വാസ്യത തന്നെ ഇത്തരം സംഭവങ്ങളാൽ കളങ്കപ്പെടുന്നുവെന്നും വിമർശനം ഉയരുകയാണ്. കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാപരമായ ബാധ്യതയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും മാനസികപരമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നത് സ്കൂളുകളുടെ നിയമാനുസൃതമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. എന്നാൽ പൂങ്കന്നൂരിലെ സംഭവം ആ നിയമത്തിന്റെ ആത്മാവിനെ തന്നെ വെല്ലുവിളിക്കുകയാണ്. വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കാനായി എത്തുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് പോലും സുരക്ഷയുടെ ഉറപ്പില്ലാത്ത ഒരു സാഹചര്യം രാജ്യത്തിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാണ്. സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ലെന്നത് ആശങ്കാജനകമായിരിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും അധ്യാപകർ കുട്ടികളെ ശാരീരികമായും മാനസികമായും ആക്രമിക്കുന്ന സംഭവങ്ങൾ നിരന്തരം പുറത്തു വരികയാണ്. നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടെങ്കിലും അവ പാലിക്കപ്പെടുന്നില്ലെന്നാണ് ഇതിലൂടെ തെളിയുന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയവും ബാലാവകാശ കമ്മീഷനും ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകിയിട്ടും സ്കൂളുകൾക്ക് സ്വന്തം നിയന്ത്രണ സംവിധാനങ്ങൾ പ്രായോഗികമാക്കാനാകുന്നില്ല. സ്വാതിക നാഗശ്രീക്ക് സംഭവിച്ച ആക്രമണം വ്യക്തിപരമായൊരു ദുരന്തമല്ല, അത് സമഗ്രമായ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വീഴ്ചകളെ തുറന്നു കാട്ടുന്ന കണ്ണാടിയാണ്. ഒരു അധ്യാപകന്റെ തെറ്റുകൊണ്ട് ഒരു ബാലികയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുന്നുവെങ്കിൽ അത് സമൂഹത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അധ്യാപക പരിശീലനത്തിൽ നിന്ന് തുടങ്ങിക്കൊണ്ട് ശിക്ഷാ നടപടികളിൽ വരെ സർവോത്മുഖമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. രാഷ്ട്രീയ നേട്ടങ്ങളല്ല, കുട്ടികളുടെ സുരക്ഷയാണ് വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ കേന്ദ്രമായി വരേണ്ടത്. ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ, പ്രതിപക്ഷം, അധ്യാപക സംഘടനകൾ, രക്ഷിതാക്കൾ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. വിദ്യാഭ്യാസം സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നട്ടെല്ലാണെങ്കിൽ അതിനെ സുരക്ഷിതമായും വിശ്വാസയോഗ്യവുമായ രീതിയിൽ നിലനിർത്തുക എന്നത് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. പൂങ്കന്നൂരിലെ ഈ സംഭവം പഠനത്തിന്റെ ക്ഷേത്രം തന്നെ ഭീഷണിയുടെ കേന്ദ്രമാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്.